ദൈവം മറഞ്ഞിരിക്കുന്നവനാണോ? ഒരുപാട് തവണ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥയിൽ, മാനസികമായും ശാരീരികമായും തളർന്നു പോയിട്ടുള്ള അവസ്ഥകളിൽ, രോഗാവസ്ഥയിലൊക്കെ ഈ ഒരു ചോദ്യം പല ആവർത്തി നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരം? ദൈവം മറഞ്ഞിരിക്കുന്നവനാണോ? എന്നാൽ കർത്താവ് മറഞ്ഞിരിക്കുന്നവനല്ല. നമ്മുടെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നമ്മളോട് കരുണ കാണിക്കുന്നവനാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലൂടെ നമുക്കൊന്ന് പോകാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല എന്ന്. നിന്റെ നയനങ്ങൾ കർത്താവിനെ ദർശിക്കും. അതുമാത്രമല്ല, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കാതുകൾക്ക് ശ്രവിക്കുവാൻ കഴിയുന്നത്. ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് മനസ്സിലാക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് കടക്കാം. കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.